ഹായ് ലൈറ്റ് സീക്കേഴ്സ്. ഇന്നലെ നമ്മൾ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ വിസ്റ്റംസ് എനിക്ക് കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞു. സോക്രട്ടീസ് അദ്ദേഹത്തിനെ ഒരു നദിക്കരയിലേക്ക് കൊണ്ടുപോയി ആ വെള്ളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചു. കുറച്ചു നേരം അദ്ദേഹം ശ്വാസം കിട്ടാതെ ഇങ്ങനെ തല ഇങ്ങനെ പിടക്കുന്ന ആ ഒരു സമയം എത്തിയപ്പോൾ അദ്ദേഹത്തിനെ വിട്ടു പുറത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം വളരെ ആശ്വാസത്തോടെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം കുറച്ചൊന്ന് ഓക്കെ ആയ സമയത്ത് സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കിപ്പോൾ നല്ല രീതിയിൽ ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. വെള്ളത്തിൽ നിങ്ങൾ എന്നെ മുക്കിപ്പിടിച്ച സമയത്ത് എനിക്ക് തീരെ ശ്വാസം കിട്ടിയില്ല. ഞാൻ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ തല ഇട്ട ആയിരുന്ന സമയത്ത് ഓക്സിജന് വേണ്ടി നീ എത്ര തീവ്രമായി ആഗ്രഹിച്ചിരുന്നു അല്ലേ? ആ ഒരു ആഗ്രഹത്തിൻ്റെ തോത് ഈ ജീവിതം വിജയിക്കാൻ ആവശ്യമായ വിസ്റ്റംസ് കിട്ടുന്നതിന് നീ കൊടുത്തിട്ടില്ല. അത്രയും തീവ്രമായ ആഗ്രഹം നിനക്ക് വന്നിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആവശ്യമായ വിസ്റ്റംസ് നിനക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ബേസ് ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. നമുക്കതുണ്ടാവട്ടെ. ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് വരാൻ കഴിയൂ. ഓക്കെ, ഇനി നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയുന്നതിൻ്റെ ആദ്യം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ തിരിച്ചറിയുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഷെയിം, ഗിൽറ്റ്, ഫിയർ, ആങ്കർ, അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുന്ന വെറുപ്പ്, വിദ്വേഷം, നീരസം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ ഉണ്ട് ആ ഇമോഷൻസ്. അത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയില്ല. നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ അതിനെ ഓരോന്നോരോന്നായി മാറ്റുക എന്ന് പറയുന്നത് അത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതിനെ മാറ്റാനുള്ള ഒരു ഒറ്റമൂലിയുണ്ട്. വളരെ ബേസായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയാവുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്.